ഹലോ എല്ലാവർക്കും പി കെ ലേണിങ്സിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓരോരോ ടോപ്പിക്ക് നമ്മുടെ SCRT എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുക അല്ലേ. അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാമ്രാജ്യത്വം എന്ന് പറയുന്ന ആ ഒരു കോളനൈസേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു. അതോടനുബന്ധിച്ച് ലോകത്ത് നടന്നിട്ടുള്ള ഒരു വലിയ ഇവൻ്റായിട്ടുള്ള ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഒന്നാം ലോക മഹായുദ്ധാനന്തരം ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിച്ചതും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചു. ലോകത്ത് പല രാജ്യങ്ങളും സമഗ്രാധിപത്യത്തിൻ്റെ കീഴിലേക്ക് പോയ കാര്യങ്ങളും നമ്മൾ പഠിക്കുകയുണ്ടായി. ഇനി അതോടനുബന്ധിച്ച് ഹിസ്റ്ററിയിൽ പിന്നീട് എന്ത് നടന്നു എന്നുള്ളതും ലോകം മറ്റൊരു യുദ്ധത്തിലേക്ക് എങ്ങനെ വീണ്ടും കൂപ്പുകുത്തി എന്നുള്ളതുമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. റെഡിയല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് എന്താണ്? രണ്ടാം ലോക മഹായുദ്ധമാണ്. രണ്ടാം ലോക മഹായുദ്ധം നടന്ന കാലഘട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എപ്പോഴും നമുക്ക് പരീക്ഷയ്ക്ക് ഹിസ്റ്ററിയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. പരീക്ഷയ്ക്ക് നമുക്ക് ചിലപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയ വർഷം ഏത് എന്ന് ചോദിച്ചോളണം എന്നില്ല. അതും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു വർഷം, ഈ ഒരു കാലഘട്ടം നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്ററിയിലുള്ള മറ്റ് പല ഇവൻറ്റുകളും നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇതാക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ സമയത്ത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള പല പല ഓഫറുകൾ, ഓഗസ്റ്റ് ഓഫർ, സൈമൺ കമ്മീഷൻ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കും അല്ലേ. അപ്പോൾ നമുക്കത് കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും, അതിൻ്റെ വർഷം പഠിക്കുമ്പോൾ നമുക്ക് 39-ൻ്റെ 45-ൻ്റെ ഇടയിലാണോ, അങ്ങനെയാണെങ്കിൽ അവിടെ ലോകത്തെന്ന് നടക്കുക, രണ്ടാം ലോക മഹായുദ്ധം നടക്കുക, ആ സമയത്താണ് ഈ സംഭവം നടന്നത് എന്ന് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. നമ്മുടെ PSC പരീക്ഷയുടെ പ്രശ്നം നമുക്കറിയാം അല്ലേ. ഒരുപാട് വർഷങ്ങളുണ്ട്, ഫാക്റ്റുകളുണ്ട്. ഇതൊക്കെ ഓർത്ത് വെക്കണമെങ്കിൽ ഒന്നെങ്കിൽ കോഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ ഒരു കാലഗണന മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് നമുക്കിത് പഠിച്ചു വെക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ എപ്പോഴും പഠിക്കുന്ന സമയത്ത് അത് മനസ്സിൽ വെച്ചുകൊണ്ട് വർഷങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്, 1939-ൻ്റെയും 1945-ൻ്റെയും ഇടയിൽ നടന്നിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള സംഭവമാണ് രണ്ടാം ലോക യുദ്ധം എന്ന് പറയുന്നത്, രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത്. റെഡിയല്ലേ? രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് SCRTയിൽ പരാമർശിക്കുന്ന ഈ ഒരു പാഠഭാഗം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു കത്ത് കൊടുത്തുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ട അമ്മേ, ഞാൻ അറിയുന്ന എല്ലാവരിലും വെച്ച് എൻ്റെ അന്തിമ ചിന്തകൾ ഏറ്റവും അധികം സ്പർശിക്കാൻ പോകുന്നത് അമ്മയെ ആയിരിക്കുമെന്ന് എനിക്കറിയാവുന്നതിനാൽ അവ ഞാൻ അമ്മയോട് തന്നെ പങ്കുവെക്കട്ടെ. എൻ്റെ വിധി ഞാൻ തന്നെയാണ് തിരഞ്ഞെടുത്തത്. അതിനാൽ എൻ്റെ മരണത്തിന് ആരെയും കുറ്റപ്പെടുത്തരുത്. അമ്മയ്ക്ക് എന്താണ് എഴുതേണ്ടത് എന്നെനിക്കറിയില്ല. കാരണം എനിക്ക് ശരിയായി ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഉചിതമായ വാക്കുകൾ കിട്ടുന്നില്ല. സ്വാതന്ത്ര്യ പോരാട്ടത്തിലെ എൻ്റെ പങ്കാളിത്തം ഞാൻ സ്വയം തിരഞ്ഞെടുത്തതാണ്. വിജയം അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ പക്ഷേ ഞാൻ മരിക്കുകയാണ്. ഇത് സ്പാർട്ടക്കോ ഫോൺടാറ്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ ദ ഏജ് ഓഫ് എക്സ്ട്രീംസ്, ദ ഷോർട്ട് 20th century 1914 to 1991 എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഭാഗമാണ്. ആ പുസ്തകം രചിച്ചിട്ടുള്ളത് ആരാണ്? എറിക് ഹോബ്സ്മാൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ പാഠപുസ്തകത്തിൽ എടുത്തു കൊടുത്തിട്ടുള്ള ഇങ്ങനെയുള്ള ഖണ്ഡികകളും അതിൻ്റെ രചയിതാക്കളെയും ഒക്കെ നോക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നോക്കാം. നമുക്കറിയാം, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ പറയുണ്ടായി അല്ലേ. ലോകത്ത് വലിയ രീതിയിലുള്ള ദാരിദ്ര്യങ്ങൾ, പ്രതിസന്ധികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. ഇനിയൊരു യുദ്ധത്തിലേക്ക് ലോകം പോകാതിരിക്കാൻ വേണ്ടി, ആ സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടി ലോകത്ത് ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന രൂപീകരിക്കുകയും ഒട്ടുമിക്ക ലോകരാജ്യങ്ങളും അതിലെ അംഗമാവുകയും ചെയ്തു അല്ലേ. എന്നിട്ടും എങ്ങനെയാണ് രണ്ടാമതൊരു യുദ്ധത്തിലേക്ക് ലോകം പോയത്? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, അല്ലെങ്കിൽ ആ യുദ്ധത്തിലേക്ക് നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് വേഴ്സായി ഉടമ്പടി അല്ലെങ്കിൽ വേഴ്സാലിസ് ട്രീറ്റി എന്ന് പറയുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം സഖ്യകക്ഷികളും അതോടൊപ്പം ജർമ്മനിയും ഒപ്പുവെച്ചിട്ടുള്ള ഒരു സമാധാന ഉടമ്പടിയാണ് വേഴ്സായി ഉടമ്പടി എന്ന് പറയുന്നത്. ഈ ഉടമ്പടി പ്രകാരം എന്താ സംഭവിക്കുന്നത്? ജർമ്മനിയാണ് ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുകയും ജർമ്മനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഈ ഒരു ഉടമ്പടി പ്രകാരം വിട്ടുവീഴ്ചകൾ ചെയ്യുകയും ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു ഉടമ്പടിയാണ് വേഴ്സായി ഉടമ്പടി. ഈ ഉടമ്പടി തന്നെയാണ് രണ്ടാം ലോക യുദ്ധത്തിൻ്റെ വിത്തുകൾ പാകി എന്ന് അറിയപ്പെടുന്ന കുപ്രസിദ്ധമായിട്ടുള്ള ഒരു ഉടമ്പടി കൂടിയായിരുന്നു വേഴ്സായി ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജർമ്മനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുള്ളത്? ആ കാലഘട്ടത്തിലെ ആ ഒരു പേപ്പർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ജർമ്മനി ഹാഡ് ടു ഗീവ് മച്ച്. ജർമ്മനിക്ക് ഒരുപാട് വിട്ടുവീഴ്ചകൾ നൽകേണ്ടി
ഒപ്പിടേണ്ടി വന്നു. അപ്പം എന്തായിരുന്നു വെഴ്സായ് ഉടമ്പടിയിലെ വ്യവസ്ഥകൾ? ജർമ്മനിക്ക് കോളനികളും സ്വന്തം പ്രദേശങ്ങളും ഒരുപാട് നഷ്ടപ്പെടുകയുണ്ടായി ഈ ഉടമ്പടിയോടുകൂടി. ജർമ്മനിയെ പൂർണ്ണമായിട്ടും നിരായുധീകരിച്ചു, ഡിസാം ചെയ്തു. ജർമ്മനിക്ക് യാതൊരു തരത്തിലുള്ള പടക്കോപ്പുകളോ ഒരു സേനയോ നിലനിർത്താനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെയെല്ലാം എന്താക്കി, എടുത്തു മാറ്റി. അപ്പോൾ ജർമ്മനിക്ക് സൈന്യമില്ല, ആ ഒരവസ്ഥയിലേക്ക് പോയി. പിന്നെന്താണ്, വലിയൊരു തുക യുദ്ധപ്പിഴയായിട്ട് ചുമത്തി. അപ്പോൾ ഇവർ പറഞ്ഞു, ഈ ഒരു യുദ്ധം, ഒന്നാം ലോക മഹായുദ്ധം കാരണം ലോകമെമ്പാടും ഒരുപാട് നഷ്ടങ്ങൾ വന്നു സാമ്പത്തികമായിട്ട്, അല്ലേ? ഇതിനൊക്കെ കാരണം ആരാണ്? ജർമ്മനിയാണ് എന്ന് പഴിചാരുകയും ജർമ്മനിയെ കൊണ്ട് യുദ്ധത്തിൻ്റെ പിഴയായിട്ട് വലിയൊരു എമൗണ്ട് അടപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഈ പറയുന്ന വെഴ്സായ് ഉടമ്പടിയിലെ ശില്പികൾ എന്നറിയപ്പെടുന്നത് ഡേവിഡ് ലോയിഡ് ജോർജ് ഇംഗ്ലണ്ടിലെ, അതേപോലെ ജോർജ് ക്ലെമൻഡോ ഫ്രാൻസിലെ, വൂഡ്രോ വിൽസൺ അമേരിക്കയുടെ, ഇത്രയും പേരായിരുന്നു പ്രധാനമായിട്ടും വെഴ്സായ് ഉടമ്പടിയുടെ ശില്പികൾ എന്നറിയപ്പെടുന്ന വ്യക്തികൾ നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കറിയാം ഈ യുദ്ധത്തിന് ശേഷം ഇത്തരത്തിലുള്ളൊരു ഉടമ്പടി ജർമ്മനിയെ കൊണ്ട് ഒപ്പുവയ്പ്പിക്കുമ്പോൾ ജർമ്മനി മാത്രമല്ല, അതോടൊപ്പം ഉണ്ടായിരുന്ന ഒരുപാട് രാജ്യങ്ങൾക്ക് അവരുടെ കോളനികളും അവരുടെ പ്രദേശങ്ങളും ഒക്കെ നഷ്ടപ്പെടുന്നുണ്ട്. ഈ നഷ്ടപ്പെടുന്ന ആ ഒരു ഹ്യൂമിലിയേറ്റിംഗ് സിറ്റുവേഷനിൽ ആയി പോവുകയാണ് ആ കാലഘട്ടത്തിൽ ജർമ്മനി. അപ്പോൾ ആദ്യകാലത്ത് അധികം പ്രശ്നങ്ങളില്ലെങ്കിലും പിന്നെ പിന്നെ നമ്മൾ മാത്രമല്ല യുദ്ധത്തിന് കാരണം എന്നുള്ള ഒരു തോന്നല്, ആ ഒരു തോട്ട് ജർമ്മനിയിലുള്ള ജനതയിലൊക്കെ തന്നെയും ഉണ്ടാവുകയാണ്. മാത്രമല്ല, ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിനൊരു സൈന്യത്തെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ആ ഒരു അവകാശം അങ്ങനെ എടുത്തു മാറ്റിയിരിക്കുകയാണ് ജർമ്മനിയിൽ. തീർച്ചയായിട്ടും അവിടുത്തെ ജനതയുടെ ഉള്ളിൽ ഒരു എന്തുണ്ടാവും, ഇത് ശരിയല്ല എന്നുള്ളൊരു വികാരം ഉണ്ടാവും, അല്ലേ? ആ വികാരത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് ഉദയം കൊള്ളുന്ന ഒരു സംഭവമായിരുന്നു നാസിസം എന്ന് പറയുന്നത്. സമാനമായിട്ട് ആ ഒരു സമയത്ത് ഇറ്റലിയെ ബേസ് ചെയ്ത് രൂപം കൊള്ളുന്നതാണ് ഫാസിസം എന്ന് പറയുന്നത്. ഈ നാസിസവും ഫാസിസവുമാണ് പിന്നീട് വിനാശകരമായ രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്ന ആ ഒരു വലിയ സംഭവത്തിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് നോക്കാം ഫാസിസവും നാസിസവും. അതിലെ ആദ്യമായിട്ട് ഫാസിസം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എവിടെയാണ്? ഇറ്റലിയിലാണ് ആരംഭിക്കുന്നത്. ഫാസിസത്തിൻ്റെ നേതാവ് ആരാണ്? ബെനിറ്റോ മുസോളിനി എന്ന് പറയുന്ന വ്യക്തിയാണ്. ബെനിറ്റോ മുസോളിനി അല്ലെങ്കിൽ മുസോളിനി എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഫാസിസം എന്ന് പറയുന്നത് കൊണ്ടുവരുന്നത്. 1922 റോം മാർച്ച് വഴി അധികാരം പിടിച്ചിട്ടുള്ള വ്യക്തിയാണ് മുസോളിനി എന്ന് പറയുന്നത്. മുസോളിനിക്കൊരു സന്നദ്ധ സേന ഉണ്ടായിരുന്നു. കറുത്ത കുപ്പായക്കാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഷർട്ട്സ് എന്നറിയപ്പെടുന്ന ആളുകളാണ് മുസോളിനിയുടെ സന്നദ്ധ സേന എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിക്കാറുള്ളൊരു സംഭവം കൂടിയാണത്. കറുത്ത കുപ്പായക്കാർ എന്നറിയപ്പെടുന്നത് ആരുടെ സേനയാണ്? മുസോളിനിയുടെ സേനയാണ്, ഇറ്റലിയിലുള്ള സേനയാണ്. ഫാസിസവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് കറുത്ത കുപ്പായക്കാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഷർട്ട്സ് എന്ന് പറയുന്നത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ തന്നെയും എന്ത് ചെയ്യണ്ടായി? ഈ ഫാസിസ്റ്റ് ഗവൺമെൻറ് എന്ത് ചെയ്തു? നിരോധിക്കുകയുണ്ടായി. പിന്നെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, തൊഴിലാളി പ്രസ്ഥാനങ്ങൾ, ഇവയൊക്കെ വ്യാപകമായിട്ട് അടിച്ചമർത്തുകയും ചെയ്തു ഈ ഫാസിസത്തിൻ്റെ കീഴിലുള്ള ഭരണകൂടം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നാസിസമാണ്. നാസിസം ഉദയം കൊള്ളുന്നത് ജർമ്മനിയിലാണ്, അല്ലേ? നമുക്ക് ഒട്ടുമിക്ക പേർക്കും അറിയുന്ന ഒരു സംഭവമാണ് നാസിസം. നാസിസത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് ആരായിരുന്നു? അഡോൾഫ് ഹിറ്റ്ലറാണ്, അല്ലേ? ചരിത്രത്തിൽ വളരെ അധികം കൂട്ടക്കൊലകൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലേക്ക് ലോകത്തെ നയിച്ചിട്ടുള്ള ഒരു നേതാവായിരുന്നു, ഒരു വ്യക്തിയായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ. ഹിറ്റ്ലർ എന്തിലായിരുന്നു വിശ്വസിച്ചിരുന്നത്? അത് നാസിസമായിരുന്നു എന്നുള്ളത് നോക്കി വെച്ചേക്കാം. നേരത്തെ നമ്മൾ ഫാസിസവുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലാക്ക് ഷർട്ട്സ് എന്ന് പഠിച്ചു. അതേപോലെ തന്നെ നാസിസവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഹിറ്റ്ലറുടെ സന്നദ്ധ സേനയായിരുന്നു തവിട്ടുകുപ്പായക്കാർ അല്ലെങ്കിൽ ബ്രൗൺ ഷർട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രൗൺ ഷർട്ട് എന്ന് പറയുന്നത് ആരുടേതാണ്? ഹിറ്റ്ലറിൻ്റെ ആണ്, നാസിസമാണ്. ബ്ലാക്ക് ഷർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുസോളിനിയുടേതാണ്, ഫാസിസമാണ്. മാറിപ്പോകരുത്. 1923 അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുകയുണ്ടായി ഹിറ്റ്ലർ. പിന്നീട് 1933 തിരഞ്ഞെടുപ്പിലൂടെയും അതുകൂടാതെ അല്ലാതെയുള്ള എന്താ പറയുക സൈനികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെയും ഒക്കെ തന്നെ ജർമ്മനിയുടെ അധികാരത്തിലേക്ക് ആര് വരികയാണ്? ഹിറ്റ്ലർ പിന്നീട് വരികയാണ്. കമ്മ്യൂണിസ്റ്റുകാരെയും സോഷ്യലിസ്റ്റുകളെയും ജനാധിപത്യവാദികളെയും ഒക്കെ തന്നെയും എന്ത് ചെയ്തു? ഹിറ്റ്ലറും ഹിറ്റ്ലറുടെ കൂടെയുള്ള സേനയും എന്ത് ചെയ്യണ്ടായി? അടിച്ചമർത്തുണ്ടായി, ഉന്മൂലനം ചെയ്യണ്ടായി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് സേന എന്ന് പറയുന്നത്. ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് സേനയുടെ പേരാണ് ഗസ്റ്റപ്പോ. സന്നദ്ധ സേനയുടെ പേര് ബ്രൗൺ ഷർട്ട്. രഹസ്യ പോലീസ് സേന എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതെന്താണ്?
ഗെസ്റ്റപ്പോ ആണ്, മാറിപ്പോവരുത്. കൃത്യമായിട്ട് മനസ്സിലായല്ലോ. അടുത്തതായിട്ട് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിവെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം എന്തായിരുന്നു? അതാണ് സർവ്വരാജ്യ സഖ്യത്തിന്റെ പരാജയം എന്ന് പറയുന്നത്. ഒന്നാം ലോക മഹായുദ്ധം പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളവിടെ പഠിച്ചു അല്ലേ, ഇനിയൊരു യുദ്ധം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സർവ്വരാജ്യ സഖ്യം രൂപീകരിച്ചു എന്ന് നമ്മൾ പഠിച്ചു. ഈ സർവ്വരാജ്യ സഖ്യം അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷൻസ് പരാജയപ്പെടുകയാണ്. എങ്ങനെയാണ് പരാജയപ്പെടുന്നത്? ഇതിനുശേഷം പിന്നീടും ഈ സമഗ്രാധിപത്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും കോളനി വാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെ തന്നെയും രാജ്യങ്ങൾ തമ്മിൽ ഒരുപാട് കിടമത്സരങ്ങൾ നിലനിന്നിരുന്നു. ഈ പറയുന്ന മത്സരങ്ങളോ തർക്കങ്ങളോ പരിഹരിക്കാൻ ലീഗ് ഓഫ് നേഷൻസിന് കഴിഞ്ഞില്ല. അന്താരാഷ്ട്ര നിരായുധീകരണം നടപ്പിലാക്കുന്നതിൽ എന്ത് ചെയ്തു? ലീഗ് ഓഫ് നേഷൻസ് പരാജയപ്പെട്ടു. അന്താരാഷ്ട്രപരമായിട്ടൊരു നിരായുധീകരണം അല്ലെങ്കിൽ ഡിസാർമമെന്റ് നടത്തണം എന്നുള്ളതായിരുന്നു ലീഗ് ഓഫ് നേഷന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. പക്ഷേ ഇതിൽ എന്ത് ചെയ്യാണ്? ലീഗ് ഓഫ് നേഷൻസ് പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതുകൂടാതെ ജപ്പാൻ, ഇറ്റലി, ജർമ്മനി എന്നിവരുടെ ആക്രമണങ്ങൾ തടയാനായിട്ട് സർവ്വരാജ്യ സഖ്യത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതും കൊണ്ടുകൂടി ലീഗ് ഓഫ് നേഷൻസ് അല്ലെങ്കിൽ സർവ്വരാജ്യ സഖ്യം എന്ന് പറയുന്ന സംഘടന പരാജയപ്പെടുകയാണ്. അതിൻ്റെ പരാജയത്തോടുകൂടി രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുകയുമാണ് ചെയ്യുന്നത്. ഒന്നാം ലോക മഹായുദ്ധം പഠിച്ച സമയത്ത് അവിടെ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട സൈനിക സഖ്യങ്ങളെക്കുറിച്ച് പഠിച്ചു. അതേപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും നമുക്ക് സൈനിക സഖ്യങ്ങളെ പഠിക്കാനുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളുമാണ് ഇവിടത്തെ സൈനിക സഖ്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ അച്ചുതണ്ട് സഖ്യത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളായിരുന്നു ഇറ്റലി, ജർമ്മനി, ജപ്പാൻ. അല്ലേ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ലീഗ് ഓഫ് നേഷൻസിന് ഇവരുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു പോയിന്റ് പഠിച്ചു. ആരുടെ? ഇറ്റലി, ജർമ്മനി, ജപ്പാൻ. ഇറ്റലിയിൽ ഫാസിസം ഉണ്ട്, ഇവിടെ നാസിസം ഉണ്ട്, അതോടൊപ്പം തന്നെ ജപ്പാൻ. ഇറ്റലി, ജർമ്മനി, ജപ്പാൻ ഈ മൂന്ന് രാജ്യങ്ങൾ അടങ്ങുന്നതാണ് അച്ചുതണ്ട് ശക്തികൾ അല്ലെങ്കിൽ ആക്സിസ് പവേഴ്സ് എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ളത് സഖ്യശക്തികൾ അല്ലെങ്കിൽ അല്ലൈഡ് പവേഴ്സ് ആയിരുന്നു. ഇവരോടൊപ്പമുള്ളത് ആരൊക്കെയായിരുന്നു? ഇംഗ്ലണ്ട്, ചൈന, ഫ്രാൻസ് ഇവരടങ്ങുന്നതാണ് സഖ്യശക്തികൾ. ഇംഗ്ലണ്ട്, ചൈന, ഫ്രാൻസ് അടങ്ങുന്നത് സഖ്യശക്തികൾ. അതേപോലെ തന്നെ ഇറ്റലി, ജർമ്മനി, ജപ്പാൻ ഇവരടങ്ങുന്നത് അച്ചുതണ്ട് ശക്തികളുമാണ് എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി യുദ്ധത്തിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, മ്യൂണിച്ച് ഉടമ്പടിയാണ്. 1938 നടന്നതാണിത്. ചെക്കോസ്ലോവാക്യയിലെ സുഡറ്റൻലാൻഡ് പ്രദേശം ഹിറ്റ്ലർ ആവശ്യപ്പെട്ടു. ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് ഈ പ്രദേശം ജർമ്മനിക്ക് വിട്ടുകൊടുത്തു. ചെക്കോസ്ലോവാക്യയുടെയോ സോവിയറ്റ് യൂണിയൻ്റെയോ അഭിപ്രായം എന്ത് ചെയ്തില്ല? ഈ പറയുന്ന ബ്രിട്ടനും ഫ്രാൻസും തേടിയില്ല. അല്ലാതെ ഹിറ്റ്ലറിന് ഈ ഒരു പ്രദേശം വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് പല രാജ്യങ്ങളും ഒന്നിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കിനും എന്ത് ചെയ്യുന്നുണ്ട്? ഈ കോളനികൾ കീഴടക്കുക എന്നുള്ളതും തങ്ങളുടെ രാജ്യവും പ്രദേശങ്ങളും വികസിപ്പിക്കുക എന്നുള്ളതും ഓരോരോ രാജ്യത്തിൻ്റെയും സ്വാർത്ഥ താല്പര്യങ്ങളായിട്ട് വരും അല്ലേ. അപ്പോൾ ഈ പറയുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളും പ്രധാനപ്പെട്ട ഒരു ശത്രുവായി കണ്ടിരുന്നത് ഈ പറയുന്ന കമ്മ്യൂണിസം അല്ലെങ്കിൽ സോഷ്യലിസം വളർന്നുകൊണ്ടിരിക്കുന്ന പല രാജ്യങ്ങളെയും ആയിരുന്നു. അവരുടെ രാജ്യാധികാരം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആധിപത്യമൊക്കെ നഷ്ടപ്പെടുമോ ഇത്തരത്തിൽ ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്നുള്ളൊരു ഭയമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സോഷ്യലിസത്തിനെതിരെ നിൽക്കുന്ന ഹിറ്റ്ലറിനെ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളും എന്ത് ചെയ്യണ്ടായി? പിന്തുണയ്ക്കുകയാണ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന ഹിറ്റ്ലർ മ്യൂണിച്ച് ഉടമ്പടി പ്രകാരം ഈ പറയുന്ന ഹിറ്റ്ലർ ആവശ്യപ്പെട്ടിട്ടുള്ള സുഡറ്റൻലാൻഡ് പ്രദേശം എന്ത് ചെയ്യാണ്? ഈ ഇംഗ്ലണ്ടും അതേപോലെ തന്നെ ഫ്രാൻസും ചേർന്നുകൊണ്ട് ഹിറ്റ്ലറിന് നൽകുകയാണ് ചെയ്യുന്നത്. ഇത് നടക്കുന്നത് 1938 മ്യൂണിച്ച് ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. ഈ പ്രദേശം വിട്ടുകൊടുക്കുന്ന സമയത്ത് സോവിയറ്റ് റഷ്യയുടെ അഭിപ്രായം ഒന്നും തേടുന്നില്ല. അപ്പോഴത്തേക്കിനും സോവിയറ്റ് റഷ്യ എന്തായിരിക്കും അവർ സംശയിക്കുക? ഹിറ്റ്ലറുമായിട്ട് ചേർന്നുകൊണ്ട് ഇവരിതാ സഖ്യം ഉണ്ടാക്കാൻ പോകുന്നു എന്നൊരു ഭയം എന്ത് ചെയ്യുന്നുണ്ടാവും? തീർച്ചയായിട്ടും റഷ്യയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവും അല്ലേ. അതോടൊപ്പം തന്നെ നമുക്ക് പഠിക്കേണ്ട മറ്റൊരു സംഭവമാണ് പ്രീണന നയം അല്ലെങ്കിൽ പോളിസി ഓഫ് അപ്പീസ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് പ്രീണന നയം എന്ന് പറയുന്നത്? സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പടരുന്നത് തടയാൻ പാശ്ചാത്യ മുതലാളിത്ത രാജ്യങ്ങൾ ഫാസിസ്റ്റ് ആക്രമണങ്ങളെ അവഗണിച്ചു. സോവിയറ്റ് യൂണിയനെ ശത്രുവായി കണ്ട അവർ ഹിറ്റ്ലറെ പ്രോത്സാഹിപ്പിച്ചു. ഇത് ഹിറ്റ്ലർക്ക് കൂടുതൽ ആക്രമണങ്ങൾ നടത്താനുള്ള ആത്മവിശ്വാസം നൽകി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലായല്ലോ. യൂറോപ്പിലുണ്ടായിരുന്ന മുതലാളിത്ത രാജ്യങ്ങൾക്ക് സോഷ്യലിസത്തെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഭയം. സോഷ്യലിസം എല്ലായിടത്തും വളർന്ന് പന്തലിച്ചു കഴിഞ്ഞാൽ, തൊഴിലാളികൾ സംഘടിതരായി കഴിഞ്ഞാൽ ഇവരുദ്ദേശിക്കുന്ന പോലെയുള്ള ബിസിനസ്സുകളോ അല്ലെങ്കിൽ ഇവരുടെ ഈ പറയുന്ന ഇമ്പീരിയലിസമോ ഒന്നും നടക്കില്ല.
അപ്പോൾ എന്ത് ചെയ്യണം, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പടർന്നുകൊണ്ടിരിക്കുന്ന സോവിയറ്റ് യൂണിയൻ ആയിരുന്നു അന്ന് അവരുടെ പ്രധാനപ്പെട്ട ഒരു ശത്രു. അപ്പോൾ ഈ സോവിയറ്റ് യൂണിയനോ സോഷ്യലിസ്റ്റ് ആശയങ്ങളെയൊക്കെ അടിച്ചമർത്താൻ തയ്യാറായിരുന്ന ഹിറ്റ്ലറിനെയും ഫാസിസ്റ്റ് നയങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്, ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ആദ്യകാലത്ത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, കൂടെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഈ പറയുന്ന ഫാസിസ്റ്റ് രാജ്യങ്ങളും നാസിസ്റ്റ് രാജ്യങ്ങളും നടത്തിയിരുന്ന ഒരുപാട് എന്താ പറയുക ആക്രമണങ്ങളെ അവരെന്ത് ചെയ്യുന്നുണ്ട്, കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ട്. ഇതിനെയാണ് പ്രീണന നയം അല്ലെങ്കിൽ പോളിസി ഓഫ് അപ്പീസ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഒന്നാം ലോക മഹായുദ്ധം നടക്കുകയും അതുമൂലം ഉണ്ടായിട്ടുള്ള ആ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവിടെയുള്ള ജൂതന്മാര് കാരണമാണ് എന്ന് ആളുകളിലേക്കുള്ളൊരു ആശയം ഹിറ്റ്ലർ എത്തിക്കുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, വലിയൊരു വംശഹത്യ അല്ലെങ്കിൽ നരഹത്യ ആരംഭിക്കുന്നത് ഈ പറയുന്ന ഹിറ്റ്ലറുടെ സംഭാഷണങ്ങളിലൂടെയും ഹിറ്റ്ലർ ആളുകളിലേക്ക് ഈ ഒരു ആശയങ്ങൾ എത്തിക്കുന്നത് കൊണ്ടുമൊക്കെയാണ്. നമുക്കറിയാം അല്ലേ, കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ എന്ന് പറയുന്ന അതിക്രൂരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ ജർമ്മനിയിലുടനീളം സ്ഥാപിക്കുകയും ജൂതന്മാരായിട്ടുള്ള ആളുകളെ പിടിച്ചുകൊണ്ടുപോയി അവിടെ ഇട്ട് കൊല്ലാക്കൊല ചെയ്യുകയും കൊല്ലുകയും പലതരത്തിലുള്ള ക്രൂരമായിട്ടുള്ള പരീക്ഷണങ്ങൾ അവരുടെ ശരീരത്തിൽ നടത്തുകയും ഒക്കെ ചെയ്തിരുന്ന ലോകത്തിൻ്റെ ഒരു ഇരുണ്ട കാലഘട്ടമായിരുന്നു ഹിറ്റ്ലറുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. പക്ഷെ അന്ന് ഹിറ്റ്ലർ എന്ത് ചെയ്തിരുന്നു, ഈ പറയുന്ന ജർമ്മനിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാവാൻ കാരണം എന്താണ്, ഈ പറയുന്ന വേഴ്സായി ഉടമ്പടിയും അതേപോലെ തന്നെ ഈ ജൂതരുമൊക്കെയാണ് എന്ന് പറയുകയും ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ ആവശ്യം എന്നോണം ആളുകളെ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ ഹിറ്റ്ലർ ഈ സംഭവങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് ഈ ഒരു പ്രീണന നയത്തിൻ്റെ കാലഘട്ടത്തിൽ വളർന്ന് ഹിറ്റ്ലർ എന്ത് ചെയ്യാണ്, യുദ്ധത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ യുദ്ധം ആരംഭിക്കുകയാണ്. എപ്പോഴാണ് യുദ്ധം ആരംഭിക്കുന്നത്? 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിക്കുന്നതിലൂടെയാണ് യുദ്ധം ആരംഭിക്കുന്നത്. ഹിറ്റ്ലറുടെ പല നയങ്ങളും പല ആശയങ്ങളും അതേപോലെ പല ആക്രമണങ്ങളും ഒക്കെ തന്നെ ഈ പോളിസി ഓഫ് അപ്പീസ്മെന്റ് കാരണം അവരെന്ത് ചെയ്യുന്നുണ്ട്, കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ട് അല്ലേ യൂറോപ്യൻ രാജ്യങ്ങൾ. പക്ഷേ 1939 സെപ്റ്റംബർ 1 എന്ത് ചെയ്യാണ്, ജർമ്മനി പോയിട്ട് പോളണ്ടിനെ ആക്രമിക്കുകയാണ്. അതോടുകൂടി രണ്ടാം ലോക യുദ്ധം ഔദ്യോഗികമായിട്ട് ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. യുദ്ധം അവസാനിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും പോൾ ഹാർബർ അറ്റാക്കും അതോടനുബന്ധിച്ച് ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ ബോംബ് വർഷിക്കുകയും ഇങ്ങനെയുള്ള ഒരുപാട് ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ യുദ്ധത്തിൻ്റെ അവസാന കാലഘട്ടത്തോടൊപ്പം നടക്കുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഹിറ്റ്ലർ അവസാനം തോൽവി സമ്മതിക്കുകയും ഹിറ്റ്ലർ മരണപ്പെടുകയുമാണ് ചെയ്യുന്നത്, ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത് ആ അവസാന കാലഘട്ടത്തിൽ ഹിറ്റ്ലർ. അതോടുകൂടി എന്ത് ചെയ്യാണ്, ഈ പറയുന്ന യുദ്ധം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഈ പറയുന്ന ഫാസിസം മുന്നോട്ട് പിടിച്ചിരുന്ന മുസോളിനിയെ ജനങ്ങൾ കൊല്ലുകയുമാണ് ചെയ്യുന്നത്. അതോടൊപ്പം എന്ത് ചെയ്യാണ്, ഈ പറയുന്ന രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന സമയത്ത് ജർമ്മനിയും ഇറ്റലിയും ഒക്കെ അംഗമായിരുന്ന ആക്സിസ് പവേഴ്സ് പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ യുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയായിരുന്നു, ആഫ്റ്റർ എഫക്റ്റുകൾ എന്തൊക്കെയായിരുന്നു? ദശലക്ഷക്കണക്കിന് ആളുകൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടു. ലോകമെമ്പാടും ഭക്ഷ്യക്ഷാമവും പകർച്ചവ്യാധികളും പടർന്നു പിടിച്ചു. യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥ തകർന്നു. നമ്മളെപ്പോഴും പറയുന്ന പോലെ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പണം ഇറക്കും അല്ലേ, അങ്ങനെ ചെയ്യുന്നതോടുകൂടി യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥ തകർന്നു. സാമ്രാജ്യത്വത്തിനും കോളനിവൽക്കരണത്തിനും തിരിച്ചടിയേറ്റു. യൂറോപ്പിൻ്റെ ആധിപത്യം രണ്ടാം ലോക മഹായുദ്ധത്തോടൊപ്പം അവസാനിച്ചു. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതിന് ശേഷമാണ് ഇന്ത്യ അടക്കമുള്ള പല കോളനിവൽക്കരിച്ചിട്ടുള്ള രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടുന്നത്. കാരണം ഇനി കോളനികളെയും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള ഫണ്ടൊന്നും എന്ത് ചെയ്യുന്നില്ല, ഫണ്ടോ അതേപോലെ സൈനിക ശക്തിയോ ഒന്നും ആർക്കില്ലാതെയായി ഈ പറയുന്ന മുതലാളിത്ത രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആയി. ആ ഒരു അവസ്ഥയിലേക്ക് അവർ വന്നു. ഇറ്റലിയിലെയും ജർമ്മനിയിലെയും സമഗ്രാധിപത്യ ഭരണകൂടങ്ങൾ തകർന്നു വീഴുകയുമാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും യുദ്ധത്തിൻ്റെ ആഘാതങ്ങളായിട്ട് അനന്തരഫലങ്ങളായിട്ട് വരുന്നത്. ഇതുകൂടാതെ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും നിരവധി കോളനികൾ സ്വാതന്ത്ര്യം നേടി. നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് കോളനികൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇനി വയ്യ. അങ്ങനെ പല കോളനികളും ആ സമയം നോക്കിയിട്ട് പലതരത്തിലുള്ള സംഘർഷങ്ങളിലേക്കും സമരങ്ങളിലേക്കും പോവുകയും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം വാങ്ങുകയുമാണ് ചെയ്യുന്നത്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ലോക ശക്തികളായിട്ട് ഉയർന്നു വന്നു ആ കാലഘട്ടത്തിൽ.
ഐക്യരാഷ്ട്ര സംഘടന എന്ന പേരിൽ ഒരു സംഘടന UNO രൂപീകരിക്കുകയുമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടൊപ്പം സംഭവിക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം സമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ട് ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിച്ചതുപോലെ ലീഗ് ഓഫ് നേഷൻസിനേക്കാളും കുറച്ചുകൂടെ ശക്തിയും കുറച്ചുകൂടെ അധികാരങ്ങളും കുറച്ചുകൂടെ ആളുകളുടെ ജനപങ്കാളിത്തവും ഒക്കെയുള്ള രാജ്യങ്ങളുടെ പങ്കാളിത്തവും ഒക്കെയുള്ള ഒരു സംഘടന ഐക്യരാഷ്ട്ര സംഘടന എന്ന പേരിൽ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്ന പേരിൽ സ്ഥാപിക്കുകയുമാണ് ചെയ്യുന്നത് രണ്ടാം ലോകയുദ്ധത്തിൻ്റെ അവസാനത്തോടു കൂടി. ഈ ഐക്യരാഷ്ട്ര സംഘടനയെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് 1945 ആ വർഷമാണ് യുദ്ധം അവസാനിക്കുന്നത് അല്ലേ. 45 ഒക്ടോബർ 24-നാണ് ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കുന്നത്. അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം ലോക സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. യുദ്ധാനന്തരം ലോകത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു? യുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങൾ നമ്മൾ പഠിച്ചു. അതിനുശേഷം ലോകത്ത് എന്താണ് സംഭവിച്ചത്? യൂറോപ്യൻ ശക്തികളുടെ പ്രസക്തി കുറഞ്ഞു. നമ്മൾ പറഞ്ഞൂലേ, അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ലോകശക്തികളായിട്ട് ഉയർന്നു വന്നു എന്ന് പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കാതെ യുദ്ധത്തിന് വേണ്ടിയുള്ള പടക്കോപ്പുകളോ അല്ലെങ്കിൽ പണമോ ഒക്കെ നൽകിക്കൊണ്ട് യുദ്ധത്തിന് അസസറി ആയിട്ട് പ്രവർത്തിച്ചിരുന്ന രാജ്യങ്ങൾ പലതും വലിയ സാമ്പത്തിക നഷ്ടമില്ലാതെ നിന്നിരുന്നതുകൊണ്ട് യുദ്ധത്തിന് ശേഷം അവർ ലോകശക്തികളായിട്ട് മാറി. ഇത്തരത്തിൽ അമേരിക്ക മുതലാളിത്തത്തെ ഉയർത്തിപ്പിടിക്കുന്ന ക്യാപിറ്റലിസ്റ്റ് കൺട്രിയും സോവിയറ്റ് യൂണിയൻ സോഷ്യലിസത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് കൺട്രിയുമായിട്ട് പ്രധാനപ്പെട്ട രണ്ട് ലോകശക്തികളായിട്ട് ഉദയം കൊള്ളുകയാണ്. ഇത്തരത്തിലുള്ള രണ്ട് പ്രധാനപ്പെട്ട വിപരീതമായിട്ടുള്ള സാമ്പത്തിക ചേരികളായിട്ട് ലോകം വിഭജിക്കപ്പെട്ടു. അമേരിക്കയുടെ മുതലാളിത്ത ആശയങ്ങളെ അനുകൂലിക്കുന്ന കുറച്ച് രാജ്യങ്ങൾ, കുറേ ആളുകൾ ആ ഭാഗത്തും, ഈ പറയുന്ന റഷ്യയുടെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ സോഷ്യലിസ്റ്റ് ആശയങ്ങളെ മനസ്സിലാക്കുന്ന അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേയധികം ജനങ്ങളും രാജ്യങ്ങളും ഈ പക്ഷത്തും ആയിട്ട് എന്ത് ചെയ്തു? ലോകം രണ്ടായി വിഭജിക്കപ്പെട്ടു. ഇരു രാജ്യങ്ങളും സ്വന്തം ആശയങ്ങൾ ലോകം മുഴുവൻ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടും അവരുടെ ഭാഗത്ത് കൂടുതൽ ആളുകളെ നിർത്താൻ വേണ്ടിയിട്ടും ശ്രമിക്കുകയുണ്ടായി. ഈ സമയത്തെ ആ ഒരു ടെൻഷൻ ആയിട്ടുള്ള സിറ്റുവേഷനെ, എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധം സംഭവിക്കാം എന്ന് പറയുന്ന ബൈപോളർ ആയിട്ടുള്ള ലോകത്തെ ആ അവസ്ഥയെ പറയുന്ന പേരാണ് ശീതസമരം അല്ലെങ്കിൽ കോൾഡ് വാർ എന്ന് പറയുന്നത്. എന്താണ് കോൾഡ് വാർ എന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ ഒരു യുദ്ധമില്ല, പക്ഷേ എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധമുണ്ടാവാം. ഈ അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? ശീതസമരം എന്ന് പറയുന്നത്. ഒരു യുദ്ധം എപ്പോൾ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം എന്നുള്ളൊരവസ്ഥയിൽ ലോകം ഇരു ചേരികളായിട്ട് വിഭജിച്ച് നിൽക്കുകയാണ് അല്ലേ. ഒരു പെട്ടെന്നൊരു യുദ്ധം അല്ലെങ്കിൽ ഒരു ട്രിഗർ ഉണ്ടായി കഴിഞ്ഞാൽ റഷ്യ അടിച്ചു കഴിഞ്ഞാൽ അമേരിക്ക തിരിച്ചടിക്കും എന്നുള്ളൊരവസ്ഥ. അങ്ങനെയാണെങ്കിൽ ഇവരെ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളും ഇവരെ രണ്ടുപേരുടെയും പക്ഷത്ത് നിൽക്കുകയും എന്ത് സംഭവിക്കും? മൂന്നാമതൊരു ലോകയുദ്ധത്തിലേക്ക് ലോകം പോവുകയും ചെയ്യും എന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. പക്ഷെ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങൾ, ആഫ്റ്റർ എഫക്റ്റുകൾ രണ്ട് രാജ്യങ്ങളിലും ലോകമെമ്പാടും ഉണ്ടായിരുന്നത് കൊണ്ടും ഈ സമയമാകുമ്പോഴത്തേക്കിനും വളരെ ലോകത്തെ തന്നെ നശിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അണുബോംബുകളും കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിക്കുകയുണ്ടായി. അങ്ങനെ ഇനിയൊരു യുദ്ധം വന്നാൽ ലോകത്തിൻ്റെ മൊത്തത്തിലുള്ള കാര്യത്തിൽ തീരുമാനമാകും എന്നുള്ള അവസ്ഥയിലാണ് ലോകം നിന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യക്ഷത്തിലൊരു യുദ്ധത്തിലേക്ക് പോകുന്നതുമില്ല. ഈ കാലഘട്ടമാണ് കോൾഡ് വാർ. അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും നേതൃത്വത്തിലുള്ള ചേരികൾ തമ്മിലുള്ള ആശയപരമായ ഏറ്റുമുട്ടലാണ് ശീതസമരം. ഇത് പ്രത്യക്ഷ യുദ്ധമല്ല, എന്നാൽ പൂർണ്ണമായിട്ടുള്ള സമാധാനവുമല്ല എന്ന അവസ്ഥയാണ് ശീതസമരം എന്ന് പറയുന്നത്. ഒരു യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നത് പോലെ. ഇനി ചേരിചേരാ പ്രസ്ഥാനമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഇത്തരത്തിൽ ലോകം ഇരുചേരികളായിട്ട് മാറുമ്പോൾ സോവിയറ്റ് റഷ്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം, അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം എന്നിങ്ങനെ മാറുമ്പോൾ ഈ രണ്ട് ഭാഗത്തും നമ്മളില്ല. നമ്മൾ ലോകത്തിൻ്റെ രാഷ്ട്രീയം എന്താണെന്നും ലോകത്തിൻ്റെ പൊളിറ്റിക്സ് എന്താണെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ യുദ്ധത്തിനോ ഒരു കിടമത്സരത്തിനോ നമ്മളില്ല, നമുക്ക് മാറി നിൽക്കാം എന്ന് പറയുന്ന ആശയം ഉൾക്കൊണ്ട കുറേയധികം രാജ്യങ്ങൾ രൂപീകരിക്കുന്ന സംഘടനയാണ് ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇതിൽ ഇരു ചേരികളിലും ഉൾപ്പെടാത്ത രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ചേരിചേരാ പ്രസ്ഥാനം. 1991 സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടുകൂടിയാണ് ശീതസമരം അവസാനിക്കുന്നത്. ഈ ഒരു കാലഘട്ടം
അവസാനിക്കുന്നത്. ഇന്ത്യയൊക്കെ തന്നെയും ചേരിചേരാ പ്രസ്ഥാനത്തിലെ അംഗങ്ങളായിരുന്നു. ഈ ചേരിചേരാ പ്രസ്ഥാനം ആരംഭിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമുണ്ടെന്ന് നോക്കണം. SCERT പാഠപുസ്തകത്തിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് ഞാൻ സ്ലൈഡിനകത്ത് ആഡ് ചെയ്യാതിരുന്നത്. നമുക്ക് ക്ലാസ്സിനകത്ത് ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് കൃത്യമായിട്ട് അത് പഠിച്ചു പോകാം. പ്രധാനമായിട്ടും ജവഹർലാൽ നെഹ്റു ഒക്കെ തന്നെയും അതിൽ അംഗങ്ങളും സ്ഥാപക നേതാക്കളും ഒക്കെ ആയിരുന്നു. ഇത്തരത്തിൽ യുദ്ധം അവസാനിച്ചു, ശീതയുദ്ധം അവസാനിച്ചു. അതിനുശേഷം ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു സംഭവം എന്താണ്? കോളനിവൽക്കരണം എന്ന് പറയുന്നത് യുദ്ധത്തോടുകൂടി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അവസാനിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ലോകം കാണുന്നത് നിയോ കോളനിയലിസമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ലോകം കാണുന്നത് എന്താണ്? അത് നിയോ കോളനിയലിസമാണ്. എന്താണിത്? പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളെ വികസിത രാജ്യങ്ങൾ പരോക്ഷമായിട്ട് ചൂഷണം ചെയ്യുന്ന രീതിയാണ് നിയോ കോളനിസം എന്ന് പറയുന്നത്. ധനമുതലാളിത്തം അല്ലെങ്കിൽ ഫിനാൻസ് ക്യാപിറ്റലിസം വഴിയാണ് ഇത് നടപ്പിലാക്കുന്നത്. നേരത്തെ കോളനിവൽക്കരണം നടന്ന സമയത്ത് ഒരു രാജ്യത്ത് വന്ന് വ്യാപാരം നടത്തി അവിടുന്ന് വലിയ ലാഭം കൊണ്ടുപോകണു എന്ന് നമ്മൾ പറഞ്ഞു. അത്തരത്തിൽ ലാഭം നടത്തുന്ന സമയത്ത് ആ രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ, ആ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ ഒക്കെ തന്നെയും ഈ പറയുന്ന മുതലാളിത്ത രാജ്യങ്ങളൊക്കെ കയറി ഇടപെടും. പക്ഷെ ഇപ്പോൾ അത് നടക്കുന്നില്ല. അവരെന്താ ചെയ്യുന്നത്? ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയാണ് അവരെന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അതായത് രാജ്യത്തിൻ്റെ ആ ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള കാര്യത്തെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന രാജ്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്, മുതലാളിത്ത രാജ്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെയും അടിമയല്ല. പക്ഷേ സാമ്പത്തികപരമായിട്ട് പല രാജ്യങ്ങൾക്കും ഈ പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയിലൊക്കെ തന്നെയും കൈയുണ്ട്. ഈ അവസ്ഥയാണ് നിയോ കോളനിയലിസം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫിനാൻസ് ക്യാപിറ്റലിസം അല്ലെങ്കിൽ ധനമുതലാളിത്തം എന്ന് പറയുന്നത്? ബാങ്കുകൾ, ഇൻഷുറൻസ് തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണിത്. വ്യാവസായിക ഉൽപാദനത്തെക്കാൾ സാമ്പത്തിക കൈമാറ്റങ്ങൾക്കും നിക്ഷേപങ്ങൾക്കുമാണിത് പ്രാധാന്യം നൽകുന്നത്. നിക്ഷേപം നടത്തുക, അതേപോലെ തന്നെ എന്താ പറയുക, സാമ്പത്തികമായിട്ടുള്ള കൈമാറ്റം നടത്തുക, ഇതിനൊക്കെയാണ് പ്രാധാന്യം നൽകുന്നത്. ഓഹരി വിപണികളും നിക്ഷേപ സ്ഥാപനങ്ങളും ഒക്കെ തന്നെയും ഇതിൽ ഈ ഫിനാൻസ് ക്യാപിറ്റലിസത്തിൽ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഈ നിയോ കോളനിസമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സൈനിക കടന്നുകയറ്റം കൂടാതെ തന്നെ ലോകം മുഴുവൻ സ്വാധീനം ചെലുത്താൻ വൻകിട സ്ഥാപനങ്ങളെ സഹായിക്കുന്ന ഒരു വ്യവസ്ഥയാണിത്. വിഭവങ്ങൾ ഏതാനും ചിലരുടെ നിയന്ത്രണത്തിലാവുകയും സാധാരണക്കാരുടെ പാരമ്പര്യ തൊഴിലിനെ ഇത് ബാധിക്കുകയും ചെയ്യുന്നു. അനിയന്ത്രിതമായിട്ടുള്ള വിഭവ ചൂഷണം മൂലം ഈ നിയോ കോളനിസം കാരണം തീർച്ചയായിട്ടും പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകുന്നു. കാരണം അവർക്ക് ലാഭം മാത്രം മതി അല്ലേ? ലോകത്തിൻ്റെ അവസ്ഥ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ പരിസ്ഥിതിയെ മനഃപൂർവ്വം വളരെയധികം ചൂഷണം ചെയ്തുകൊണ്ട് അവിടുന്ന് മാക്സിമം ക്യാപിറ്റൽ എടുക്കുക, മാക്സിമം പണം കൊയ്യുക എന്നുള്ള ലക്ഷ്യമാണ് നിയോ കോളനിസത്തിന് ഉള്ളത്. അതുകൊണ്ട് അതെന്താണ്? പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഫിനാൻസ് ക്യാപിറ്റലിസവും നിയോ കോളനിസവും കാരണമാകുന്നുണ്ട്. ചരിത്രത്തെ നിയന്ത്രിക്കുന്നതിൽ സാമ്പത്തിക ഘടകങ്ങൾക്കുള്ള പ്രാധാന്യം എന്ത് ചെയ്യുന്നുണ്ട്? ഇത് വ്യക്തമാക്കുന്നുണ്ട് എന്ന് ഓർത്തു വെച്ചേക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ രണ്ടാം ലോക മഹായുദ്ധവും അതിനുശേഷം ലോകം കണ്ട കാര്യങ്ങളുമാണ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്. ഇന്ന് പഠിച്ചിട്ടുള്ള സകല കാര്യങ്ങളും നമ്മൾ 10ാം ക്ലാസ് പുസ്തകത്തിനകത്തെ 4ാമത്തെ ചാപ്റ്റർ സമ്പത്തും ലോകവും എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.